ഈ ആൻഡ്രൂസ് പോയി കണ്ട് താമസിച്ചു. എന്നിട്ട് തിരിച്ചു വന്നു. വീട്ടിൽ പത്രോസ് ഇരിപ്പുണ്ട്. പത്രോസിനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഇനിയും വലിയ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. വലിയ കാര്യമൊന്നുമില്ല, അത് ഭയങ്കര പാടാണ്, ഇവിടെ പോയിട്ട് കാര്യമില്ല. ജീസസിൻ്റെ പ്രബോധനങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങേരുടെ ഒരു ശീലങ്ങളെ അതുമായിട്ട് അങ്ങ് ഒത്തുപോകാൻ ഭയങ്കര പാടാണ് എന്നൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞത്. ഇനി അവർ തിരിച്ചുപോയി. ആൻഡ്രൂസ് വന്നിട്ട് പത്രോസിനെയും കൂട്ടിക്കൊണ്ടുപോയി. അതായത് ഒരു സംഭവം ഒരു അത്ര രസകരമല്ലാത്ത അനുഭവമാണെങ്കിൽ തിരിച്ചു പോവുമോ? മതിയായി എന്ന് പറഞ്ഞു പോരും. ചില ആളുകൾ 5 ദിവസം ധ്യാനത്തിന് കൂടാൻ പോകുമ്പോൾ ചിലപ്പോൾ ചാടിപ്പോവും, 2 ദിവസം കഴിയുമ്പോൾ തന്നെ ചാടിപ്പോവും. ചിലപ്പോൾ മടുത്തിട്ട് പോകും, എങ്ങനെയെങ്കിലും ഒന്ന് 5 ദിവസം ആയാൽ മതി എന്ന് പറഞ്ഞ് തീർക്കാൻ ശ്രമിച്ച് അങ്ങനെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് ധ്യാനത്തിന് പോകുമ്പോൾ. അപ്പോൾ ഒരാളെയും കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നു ഇല്ലേ? എനിക്ക് കഷ്ടപ്പാടാണെങ്കിൽ അയാളെയും കൂടി കഷ്ടപ്പെടുത്താൻ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇയാൾക്ക് ഈ ആൻഡ്രൂസിന് നല്ലൊരു ദൈവാനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ആൻഡ്രൂസ് കൊണ്ടുപോയത്, പത്രോസിനെ കൊണ്ടുപോയത്. അപ്പോൾ അനുഭവം കിട്ടിയാൽ വിട്ടുപോകില്ല.